ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ്റെ തോൽവിക്ക് കാരണം തൃശൂർ പൂരം തടസ്സപ്പെട്ട ആ വിഷയമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് KPCCയുടെ ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്നു. കെ മുരളീധരൻ്റെ തോൽവി സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പൂരം തടസ്സപ്പെട്ടത് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും തോൽവിയുടെ മുഖ്യ കാരണം അതല്ലെന്നാണ് ഉപസമിതിയുടെ കണ്ടെത്തൽ. ചില പരാമർശങ്ങളല്ലാതെ പൂരം സംബന്ധിച്ച ഭാഗങ്ങളോ ഗൗരവമായ വിലയിരുത്തലുകളോ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തോൽവിക്ക് 3 കാരണം അക്കമിട്ട് നിരത്തുന്നുണ്ടെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരം. TN പ്രതാപനെ മാറ്റി പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയെ ഇറക്കിയത് വിനയായി. താരപദവിയും ഏറെക്കാലമായി തൃശ്ശൂരിൽ തങ്ങി പ്രവർത്തിച്ചതും മുൻപ് 2 തവണ സുരേഷ് ഗോപിക്ക് വ്യക്തിവിജയം സമ്മാനിച്ചു. അതായത് ഈ 2 പ്രാവശ്യം നിന്ന് തോറ്റു എന്നുള്ള സഹതാപമാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ വിജയത്തിന് സമ്മാനമായി കിട്ടിയത്. അത് BJPയുടെ നേട്ടമല്ല. സംഘടനാപരമായി കോൺഗ്രസിന് വലിയ വീഴ്ച പറ്റി. ബൂത്തിലിരിക്കാൻ പോലും ആളുണ്ടായില്ലെന്ന പരാതിക്ക് യഥാർത്ഥത്തിൽ വസ്തുതയുണ്ട്, അടിസ്ഥാനമുണ്ട്. പ്രതാപനും ജില്ലാ നേതൃത്വത്തിനുമുണ്ടായ വീഴ്ച ചെറുതല്ല. പരാജയ കാരണം അന്വേഷിക്കണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, അതുപോലെ തന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായ T സിദ്ദിഖ്, INDCയുടെ സംസ്ഥാന പ്രസിഡന്റായ R ചന്ദ്രശേഖരൻ എന്നിവർ ഉൾപ്പെട്ട ഉപസമിതിയെ ചുമതലപ്പെടുത്തിയത്. റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിടാൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇതേസമയം തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നിഷേധിച്ച് വരികയുമായിരുന്നു. റിപ്പോർട്ട് KPCCയുടെ പരിഗണനയിലാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ സുധാകരൻ പറയുന്നത്. പൂരം തടസ്സപ്പെട്ടതാണ് മുരളീധരൻ്റെ തോൽവിക്ക് കാരണമെന്ന് ദിവസേന ആവർത്തിക്കുകയും സംഘടനാപരമായ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാടിൽ അമർഷമുള്ളവരാണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തുവിട്ടതെന്നുള്ള വ്യാപകമായുള്ള പ്രചാരണം ഉയർന്നു വരുന്നുണ്ട്. KPCC ഭാരവാഹികളുമായി ആലോചിക്കാതെ നയപരമായ കാര്യങ്ങളടക്കം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന സതീശിൻ്റെ നിലപാടിനെതിരെ കെ സുധാകരനടക്കം പ്രതിഷേധമുണ്ട്. അടുത്തിടെ KPCCയുടെ ഓൺലൈൻ യോഗത്തിൽ ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമായി തന്നെ പരാതിപ്പെടുകയും മറ്റും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് തൃശ്ശൂരിൽ നടന്ന മിഷൻ 2025 പ്രോജക്റ്റിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത്. കാരണം കെ സുധാകരനെ കവച്ചു വെച്ചുകൊണ്ട് സൂപ്പർ പ്രതിപക്ഷ നേതാവായിട്ട്, അതായത് സൂപ്പർ KPCC അധ്യക്ഷനായിട്ട് നീങ്ങുന്ന VD സതീശൻ്റെ നിലപാടിനോട് യാതൊരുവിധ യോജിപ്പുമില്ലാതെ വന്നതോടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് അന്വേഷണ സമിതിയുടെ തൃശ്ശൂരിലെ മുരളീധരൻ്റെ പരാജയം സംബന്ധിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ചില കേന്ദ്രങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ഏതായാലും സംഘടനാ തകർച്ച എന്നുള്ളത് വലിയ ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യം മൂടിവെക്കാൻ ഇനിയും കോൺഗ്രസിന് സാധിക്കില്ല. ഏതായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും അതിലെ മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൂരം തന്നെ ഇവർക്ക് തലവേദനയായി മാറിയിരിക്കുന്നു. VD സതീശനാകട്ടെ പൂരത്തെ തന്നെ മാത്രം പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ച വ്യക്തമായി തന്നെ പുറത്തു വന്നിട്ടും ഇവർ ഇതിൽ മൗനം തുടരുന്നത് തികച്ചും ദുരൂഹമാണ്.